ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം മകരപ്പൊങ്കൽ, മകരസംക്രാന്തി, മകരവിളക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന ദിവസമാണ്. ഒരു തിങ്കളാഴ്ച ദിവസം കൂടെയാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എക്സസൈസൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ചെറിയ മേക്കപ്പ്, നോർമൽ സാധാരണ ചെയ്യുന്നവരെ ലിപ് ബാം, ഫേസ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് കിച്ചണിലോട്ട് പ്രവേശിച്ചു. കാപ്പി ഇടുന്ന പരിപാടിയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫേവററ്റ് ബ്രാൻഡ് കാപ്പിപ്പൊടി കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് കേട്ടോ. UAE വെച്ചിട്ട് ഫേവററ്റ് കോണ്ടിനെൻ്റലായിരുന്നു. ഇടയ്ക്ക് ഒരു ചേഞ്ചിന് ബ്രൂ നെസ്കഫയൊക്കെ മേടിക്കും. അപ്പം കാപ്പിപ്പൊടിയുടെ ജാറ് തീർന്നപ്പോൾ അതൊക്കെ കഴുകി ഉണക്കാൻ വെച്ചിരിക്കുമായിരുന്നു. അത് വീണ്ടും റീഫിൽ ചെയ്ത് വെക്കുവാണ്. ഇതിപ്പോൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതാണ് കേട്ടോ. കോണ്ടിനെൻ്റൽ UAE-ലായിരുന്നപ്പോൾ ലുലു എന്നൊക്കെ മേടിക്കുമായിരുന്നു. ഇടയ്ക്ക് ഇപ്രാവശ്യം രശ്മി വന്നപ്പം ഡേവിഡ് ഓഫ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ഫ്ലേവർ, എനിക്ക് നല്ല സ്ട്രോങ് കോഫിയാണ് ഇഷ്ടം. അപ്പം ഡേവിഡ് ഓഫിൻ്റെ എനിക്ക് അവിടെ വെച്ചും ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ വലിയ ഇഷ്ടമുള്ളൊരു ബ്രാൻഡല്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു ഗ്രീൻ പീസ് കറിയും ഉപ്മാവുമാണ്. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് ഇന്ന് ഉപ്മാവിനും പിന്നെ നാളെ അപ്പത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. 2 ദിവസത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടാണ്. യൂഷ്വലി ഗ്രീൻ പീസ് കറി ചിലർക്ക് ഇഷ്ടമല്ലാത്തൊരു കറിയാണല്ലേ. പൊട്ടറ്റോ ചേർത്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ക്യാരറ്റും ഒക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഞാൻ ഗ്രീൻ പീസ് മാത്രം ചേർത്തിട്ടുണ്ട്, വേറെ വെജിറ്റബിൾസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഗ്രീൻ പീസ് ഞാൻ ഫ്രഷ് ഗ്രീൻ പീസ് BB ഡെയിലിയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇത്രയും ഫ്രഷ് ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. ഞാൻ ഉണക്ക ഗ്രീൻ പീസ് യൂഷ്വലി എനിക്ക് വലിയ ഇഷ്ടമല്ല, ഞാൻ കറി വെക്കാറില്ല. ഫ്രോസൺ ഗ്രീൻ പീസാണ് മേടിക്കാറ്. ചിലപ്പം ഫ്രഷ് ഗ്രീൻ പീസ് മേടിക്കും. അതിങ്ങനെ 2-3 ദിവസത്തേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് വെക്കാവുന്ന ഗ്രീൻ പീസ്, അങ്ങനെ BB ഡെയിലിയിൽ നിന്ന് ഓർഡർ ചെയ്യാറ്. പോടിനകത്തുള്ള ഗ്രീൻ പീസാണ് കിട്ടിയത്. അത് 1/2 കിലോ ഓർഡർ ചെയ്തിരുന്നു. പിന്നെ പോടിനകത്തുനിന്ന് ഞാനും മുരളിയേട്ടനും കൂടെ ഒരുമിച്ചിരുന്ന് ഗ്രീൻ പീസ് ഇളക്കിയെടുക്കുമായിരുന്നു. ഞാൻ അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. പിന്നെ ഞാനൊരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ആ വെള്ളം ഊറ്റി വെച്ചിരുന്നത്. അപ്പം ഒന്ന് മുളയ്ക്കുവാണെങ്കിൽ മുളച്ചോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ മുളയ്ക്കാൻ എത്ര നേരം വെച്ചാൽ പോരാ. അപ്പം ആ ഗ്രീൻ പീസും സവോള, പച്ചമുളക് ഇത്രയും വെള്ളം കൂടെ ഒഴിച്ച് പക്ഷേ കുക്കറിനകത്തോട്ട് ഇട്ടേക്കുവാണ്. പിന്നെ അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ അന്ന് 1 മാസത്തേക്ക് ഫ്രീസ് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, കട്ടിയായി പോകത്തില്ല. ഈ മെത്തേഡിൽ ചെയ്താലും കട്ടിയായി പോകത്തില്ല എന്നല്ല, ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റാത്ത വിധത്തിലാവത്തില്ല. അതാണിത്. ഞാൻ സുഖമായിട്ട് ഈസി ആയിട്ട് സ്കൂപ്പ് ചെയ്തെടുത്ത് കണ്ടല്ലേ. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ, ഞാൻ കാണിച്ച മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അതും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനിയും ഇതൊരു 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഉണക്ക ഗ്രീൻ പീസ് ആണെങ്കിൽ തലേദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഉണക്ക ഗ്രീൻ പീസ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഫ്രോസണും ഫ്രഷും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇനിയും ഉപ്മാവ് ഉണ്ടാക്കാം. ഉപ്മാവിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യിലോട്ട് ഞാൻ കിസ്മിസ് ഇട്ടു. പിന്നെ കാഷ്യൂ ഇട്ടിട്ട് കിസ്മിസ് ഇടുന്നത്. ഞാൻ കാഷ്യൂ എപ്പോഴൊക്കെ ഇട്ടോ എല്ലാ സാധനങ്ങളിലും മുരളിയിടുന്ന ആ കാഷ്യൂനട്ട് എല്ലാം ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി വെച്ച് കളയും. വെറുതെ കാഷ്യൂ പൈസ കൊടുത്ത് മേടിക്കുന്ന കാഷ്യൂനട്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാഷ്യൂനട്ട് ഇടാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടും പിന്നെ വൈറ്റ് പീനട്ട്സും ഇടാം, നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ റീസൺസ് മാത്രമേ ഇട്ടുള്ളൂ. അപ്പം കാഷ്യൂ ഓർ പീനട്ട്സ്, റീസൺസ് ഇട്ട് സവോള, പച്ചമുളക്, ഇഞ്ചി. സവോള, പച്ചമുളകും ഇഞ്ചി ഇടുന്നത് റെക്കോർഡായില്ല, സോറി. അത് കുറച്ചൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് 1 കപ്പ് റവ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഞാൻ വഴറ്റിയെടുക്കും. അപ്പം എല്ലാവരും ഉപ്മാവ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുന്ന രീതി ഇതാണ് കേട്ടോ. സാധാരണ ഞാൻ നേരത്തെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇതേപോലെ സവോള, പച്ചമുളകൊക്കെ, ഇഞ്ചിയൊക്കെ വഴറ്റിയിട്ട് ആദ്യം വെള്ളം ചേർക്കും, അത് തിളച്ച് വരുമ്പം റവ ചേർക്കും. അങ്ങനെയാണ് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ചധികം നാളായിട്ട് ഈ മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ട്, നല്ല ഫ്ലഫി ആയിട്ട് ഉപ്മാവ് വെട്ടി തുടങ്ങി. അപ്പം പിന്നെ തൊട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം 2-3 മിനിറ്റ് ഇത് വറുത്ത റവയാണെങ്കിലും ഞാൻ ഇതൊന്നുകൂടെ വറക്കും കേട്ടോ. അതിനെ എടുത്ത് പറയാണ്. അപ്പം റവ നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്തു. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞ്
നല്ല തിളച്ച വെള്ളമാണ് ഇത്. വെള്ളം ഞാൻ ക്വാണ്ടിറ്റി നോക്കിയല്ല, ഒരു 1.5 ഗ്ലാസോളം എടുത്തോളൂ, പക്ഷേ ക്വാണ്ടിറ്റി നോക്കിയല്ല നമ്മൾ ചേർക്കുന്നത്. തിളച്ച വെള്ളമായിരിക്കണം, അത് ശ്രദ്ധിക്കുക. ഇനി ഫ്ലെയിം ലോയിലാക്കി, നല്ല സിമ്മിലാക്കി ഫ്ലെയിം. എന്നിട്ട് വെള്ളം കുറച്ചായിട്ട് ചേർക്കുക. നമ്മൾ ഇളക്കിക്കൊണ്ട് വെള്ളം ചേർക്കുക. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളം ചേർക്കുന്ന എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ റവയുടെ എല്ലാ ഭാഗത്തും വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, അല്ലെങ്കിൽ റവ ഇതിനകത്തൊരു ഡ്രൈ ആയിട്ട് കിടക്കുമല്ലോ. അപ്പം ഡ്രൈ ആയിട്ട് കിടക്കാതെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചേർക്കാൻ നിർത്താം. അതാണ് ഞാൻ പറഞ്ഞത്, വെള്ളത്തിന് അങ്ങനെ ഫിക്സഡ് ക്വാണ്ടിറ്റി ഇല്ല, ഇച്ചിരിയായിട്ടേ ചേർക്കാം കേട്ടോ. എല്ലാം ഒരുമിച്ച് ചേർത്തലും എല്ലാം കൂടെ അങ്ങ് കട്ടായിപ്പോൾ സിമ്മിൽ വെച്ചിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ എല്ലാം വിട്ടിങ്ങനെ പിറുപുര അങ്ങനെ ഇരിക്കും ഞാൻ പറയുന്നില്ല, കുറച്ച് ബോൾസായിട്ടൊക്കെ ഇരിക്കും. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ ഉപ്മാവ് നല്ല സോഫ്റ്റും ഫ്ലഫി ആയിരിക്കും, കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ്, ഇങ്ങനെ ഹാർഡ് ബോൾസ് അല്ല, നല്ല സോഫ്റ്റ് ബോളായിരിക്കും, കുറച്ചുകൂടെ ഫ്ലഫിയും ടേസ്റ്റി ആയിരിക്കും മറ്റേതിനെക്കാട്ടിലും. മറ്റേത് വേറൊരു ടെക്സ്ചറാണ്, ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടെക്സ്ചറാണ്. അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാനാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ, നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ഇഷ്ടപ്പെടും. നെയ്യ് തന്നെ ആദ്യം ചേർക്കണം, എണ്ണയ്ക്ക് വരെ നെയ്യ് തന്നെ ചേർക്കണം. അപ്പം ഇങ്ങനെ നന്നായിട്ട് കണ്ടോ ഈ ഒരു പരുവത്തിലെത്തും. ഞാൻ പറഞ്ഞ പോലെയാണ്, കുഞ്ഞു ബോൾസൊക്കെ കാണും, അപ്പം അത് കുഴപ്പമില്ല, പക്ഷെ അത് നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള ബോൾസാണ്. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് സിമ്മിൽ തന്നെ ഒന്ന് അടച്ചു വെക്കുക, റവ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രീൻ പീസ് കറിയുടെ അരപ്പാണ് കേട്ടോ. തേങ്ങ തിരുമിയത്, കുറച്ച് തേങ്ങ തിരുമിയത്, ഒരു 5 കാഷ്നട്ട്, 4-5 കാഷ്നട്ട്, പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ മല്ലിയില, കുറച്ച് മല്ലിയില. ഇതും ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. വളരെ കുറച്ച് അരയാൻ വേണ്ടി മാത്രം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഞാൻ അരച്ചിട്ട് വന്നപ്പോഴത്തേക്കും 2 മിനിറ്റ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ഉപ്മാവ് ഇച്ചിരി അടിയിൽ പിടിച്ചു. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അത് 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. 2 മിനിറ്റിൽ കൂടുതൽ അടച്ചു വെച്ച് ഇങ്ങനെ ഉപ്മാവ് കരിയെന്നുള്ള പാഠവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ശരിക്കും കറക്റ്റ് 2 മിനിറ്റ്സ് അടച്ചു വെക്കുവാണെങ്കിൽ അടിയിലൊന്നും പിടിക്കില്ല. ഞാനത് അരയ്ക്കാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി 2 മിനിറ്റ്സിൽ കൂടുതലൊക്കെ അരയ്ക്കാൻ എടുത്തു, അതുകൊണ്ട് പണി കിട്ടിയതാണ്. അല്ലെങ്കിൽ നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഉപ്മാവ് റെഡിയായി മാറ്റി വെച്ചു. ഇനിയും അരപ്പ് ഗ്രീൻ പീസ് കറിയിലോട്ട് ചേർക്കുവാണ് കേട്ടോ. ഗ്രീൻ പീസൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നു. തേങ്ങയുടെ അരപ്പ് ചേർക്കുവാണ്. ഈ ഗ്രീൻ പീസ് കറിയിൽ ഒരു ഡ്രോപ്പ് എണ്ണ പോലും ചേർക്കുന്നില്ല, ഈ തേങ്ങ അരച്ച് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്കെന്നല്ല, മുരളിയേട്ടനും സൂപ്പർ കറിയാന്ന് പറഞ്ഞ ഒരു കറിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ ഡെഫിനറ്റായിട്ട് ഇഷ്ടപ്പെടും. അപ്പം പെരിഞ്ചീരം ഒന്നും കൂടരുത് കേട്ടോ, ഞാൻ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പം പെരിഞ്ചീരത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഓവർ ആയാൽ അത് വല്ലാത്തൊരു ടേസ്റ്റ് വരും. ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ പെർഫെക്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ ഉപ്മാവിനൂടെ കഴിച്ചതേ ഉള്ളൂ, അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ എക്സലൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിയുടെ കൂടെ നല്ലതാണ് കേട്ടോ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഡെഫിനറ്റായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് അതൊക്കെ കഴിച്ച് ഇച്ചിരിയൊക്കെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോഴേ ഞാൻ ക്ഷീണിക്കും. കാരണം ഈ കുറേ നേരം കിച്ചണിൽ നിൽക്കുമല്ലോ. പക്ഷെ എന്നാലും എനിക്ക് ഉച്ചക്കത്തെയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനാണ് ഇഷ്ടം കേട്ടോ. കാരണം ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ടയേർഡാവും. ഞാൻ ആഫ്റ്റർനൂൺ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം ഒരു 10:30 ആകുമ്പം എല്ലാം കഴിയുമല്ലോ, അതാണ് എനിക്കിഷ്ടം. ഒരു 10 മണിക്ക് മുമ്പ് തീർക്കാനാണ് ശ്രമിക്കുകയല്ല. അപ്പോൾ ഇന്ന് മൺഡേ കണ്ടു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ചപ്പാത്തിയും പനീറുമാണ്. അപ്പം പനീർ ഇങ്ങനെയാണ് മേടിച്ചത്, ഒരു ഓർഗാനിക് പനീർ എന്ന് പറഞ്ഞ് മേടിച്ചതാണ്. അപ്പോൾ വെള്ളത്തിലിട്ടു. പിന്നെ ഇടയ്ക്ക് ഉറയൊഴിക്കൽ പരിപാടിയാണ്. പാല് കാച്ചുന്ന ദിവസം തന്നെ ഞാൻ ഉറയൊഴിച്ച് വെക്കും. ബേബി ഡെയിലിയിൽ നിന്ന് പാൽ ഓർഡർ ചെയ്യുന്നത്, ഇപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ് വരുന്നത്. പാല് കാച്ചുന്ന സമയം തന്നെ ഇങ്ങനത്തെ കുട്ടി പാത്രത്തിൽ ഉറയൊഴിക്കും. കാരണം ഇവിടെ തൈരിന് നല്ല ചിലവാണ്. ഞാനല്ല, മുരളിയേട്ടനാണ് തൈര് പ്രിയൻ.
പനീർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിക്ക് ഞാൻ കുഴയ്ക്കുന്ന കുറച്ച് നെയ്യും ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ടാണ്. ചൂടുവെള്ളത്തിലൊന്നുമല്ല, പച്ചവെള്ളത്തിൽ തന്നെയാണ്. പിന്നെ പരത്തൽ ഇതേപോലെ പരത്തലും ചുടലും ഒരുമിച്ചാണ് കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് പരത്തി വെച്ചിട്ട് പൂരിയാണെങ്കിൽ ഞാൻ ഇതേപോലെ എല്ലാം പരത്തി വെച്ചിട്ട് നേരത്തെ നന്ദു ഉള്ളപ്പോൾ നന്ദു ഇങ്ങനെ പൂരി വറുത്ത് തരും, അപ്പം എനിക്ക് എളുപ്പമാണ്. ഇപ്പം ഞാനിങ്ങനെ പൂരി ഉണ്ടാക്കുമ്പം എല്ലാം പരത്തി വെച്ചിട്ട് പിന്നെ എല്ലാം ഒരുമിച്ച് പൂരി ഫ്രൈ ചെയ്തെടുക്കലാണ്. ചപ്പാത്തി ആണെങ്കിൽ ഇതേപോലെ അപ്പം പരത്തൽ ചുടൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. പിന്നെ നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ, ചപ്പാത്തി ഉണ്ടാക്കുമ്പം നമ്മൾ ഡയറക്റ്റ് കാസറോളിലോട്ട് വെക്കുകയാണെങ്കിൽ വെള്ളം ഇറങ്ങി ചപ്പാത്തി നല്ലപോലെ അങ്ങ് കുതിർന്നു പോകും. അപ്പം ഞാൻ ചെയ്യാറ് കാസറോളിനകത്ത് തന്നെ ഒരു നല്ല ക്ലോത്തിനകത്ത് ചപ്പാത്തി പൊതിഞ്ഞ് വെക്കും. അപ്പം നല്ല ചൂട് റീറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും, പക്ഷെ കുതിരത്തുമില്ല. നമുക്ക് ആ ക്ലോത്തിലങ്ങ് അടച്ചു വെച്ചിരുന്നാൽ നല്ല ഫ്രഷായിട്ട് ചപ്പാത്തി ഇരിക്കും, ചൂടോടുകൂടി ഇരിക്കും, വെള്ളം ഇറങ്ങി കുതിർന്നും പോകത്തില്ല. അപ്പം അങ്ങനെ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നമ്മൾ ഡയറക്റ്റ് കാസറോൾ അടച്ചു വെക്കുകയാണെങ്കിൽ എപ്പോഴും അങ്ങ് ചപ്പാത്തി കുതിർന്ന് അങ്ങ് പോകും. നമുക്ക് ഉടനെ അടയ്ക്കാനും പറ്റത്തില്ല, കുറേ നേരം കഴിഞ്ഞ് അടച്ചു വെക്കാനും പറ്റത്തില്ല. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചൂടായിട്ട് അടച്ചു വെക്കാം, തുറക്കുമ്പോൾ നല്ല ഫ്രഷ് ചൂട് ചപ്പാത്തിയായിട്ടിരിക്കും കേട്ടോ, ഇങ്ങനെ ക്ലോത്തിൽ പൊതിഞ്ഞ് അടച്ചു വെക്കുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, എൻ്റെ കുക്കിങ്ങിൽ ഞാൻ മിക്കപ്പോഴും റെഡ് ചില്ലി പൗഡർ അവോയ്ഡ് ചെയ്യാറുണ്ട് വെജിറ്റേറിയൻ കുക്കിങ്ങിൽ. പൊതുവെ നോൺ വെജിൽ എപ്പോഴും പറ്റാറില്ല. അപ്പം കഴിഞ്ഞ പാരഗൺ ചിക്കൻ കറിയിലൊക്കെ മുളക് പൊടി ഇല്ലായിരുന്നു. എന്നാലും എല്ലാത്തിലും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം മുളക് പൊടി ചേർക്കേണ്ട കറികളിൽ മുളക് പൊടി തന്നെ ചേർക്കണം. മുളക് പൊടി ചേർക്കേണ്ട നോൺ വെജ് ചില കറികളിലൊക്കെ മുളക് പൊടി ചേർത്താലേ നന്നാവത്തുള്ളൂ. അതിലിപ്പോൾ മുളക് പൊടി ചേർക്കണം. എന്നാലും മിക്ക കറികളിലും വെജിറ്റേറിയൻ ഓൾമോസ്റ്റ് എല്ലാ കറികളിലും ഞാൻ പച്ചമുളക് അല്ലെങ്കിൽ കുരുമുളക് ചേർത്താണ് ഉണ്ടാക്കാറ്. ചിലതിൽ വളരെ അപൂർവം കറികളിലെ ഞാൻ മുളക് പൊടി ചേർക്കാറുള്ളൂ. പിന്നെ മീൻ വറക്കുമ്പോഴും ഒക്കെ ഞാൻ മുളക് പൊടി ചേർക്കുമ്പോഴും വളരെ കുറച്ചാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുളക് പൊടി ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുളക് പൊടിയും സ്പൈസി ഫുഡും ഒക്കെ നല്ലോണം ഇഷ്ടമുള്ളവരായിരുന്നു. അത് അവോയ്ഡ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലൊരു സാധനമല്ല. അതിലെ കെമിക്കൽസും ഒക്കെ നമ്മുടെ വയറിനും ശരീരത്തിനും ഒക്കെ വളരെ ഹാംഫുൾ ആയിട്ടുള്ള സാധനം, പ്രത്യേകിച്ച് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള മുളക് പൊടി. അതിൽ എന്തൊക്കെയാണ് കെമിക്കൽസ് ഞാൻ മേടിക്കുന്നത് ഡയറക്റ്റായിട്ട് കടയിൽ നിന്ന് പൊടിപ്പിച്ച് മേടിക്കുകയാണ്, അതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. പിന്നെ ബ്രാൻഡഡായിട്ട് കടയിൽ നിന്ന് അല്ലാതെ മേടിക്കുന്നതിലാണെങ്കിൽ ഒത്തിരി ഹാംഫുൾ കെമിക്കൽസ് ഉണ്ടാവും, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. പിന്നെ അല്ലാതെ മുളകിലാണെങ്കിൽ തന്നെ അതിൽ ഓവറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ വയറിൽ ഇൻഫ്ലമേഷന്, അൾസേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പച്ചമുളകാണെങ്കിൽ അതിൽ ഒത്തിരി ഗുണങ്ങളും വൈറ്റമിൻസും ഒക്കെ ഉള്ള സംഭവമാണ് പച്ചമുളക്. അപ്പം സ്പൈസി ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക് ധാരാളം പച്ചമുളക് ഇൻക്ലൂഡ് ചെയ്യാം, പെപ്പർ ഇൻക്ലൂഡ് ചെയ്യാം. പെപ്പറും പച്ചമുളകൊക്കെ ഒത്തിരി നല്ലൊരു സംഭവമാണ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. അപ്പം മാക്സിമം റെഡ് ചില്ലിയും അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. അപ്പം ഇനി എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പൊങ്കലാണ്, മകരപ്പൊങ്കലാണെന്നൊക്കെ. ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നേ. അപ്പോൾ എനിക്ക് വെറുതെ ഇരുന്നപ്പോൾ ഒരു ആഗ്രഹം തോന്നി ഒന്ന് പൊങ്കാല പായസം ഉണ്ടാക്കാമെന്നൊക്കെ. ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലാതിരുന്നതാണ്, പക്ഷേ എനിക്ക് ഞാൻ കുറച്ചിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ തൂങ്ങി ഇരിക്കുമായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട്. പിന്നെ ഞാനൊക്കെ വെറുതെ ഇങ്ങനെ ഓരോ വീഡിയോസും ഒക്കെ കണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തോന്നി ഇങ്ങനെ ഞാൻ തൂങ്ങിയിരുന്നാൽ ശരിയാകത്തില്ലല്ലോ. സെൽഫായിട്ട് ഇങ്ങനെ നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്താലേ ശരിയാവുള്ളൂ. അങ്ങനെയല്ല, എനിക്ക് പെട്ടെന്ന് വെറുതെ ഇരുന്നിട്ടൊന്നും ചെയ്യാനില്ല. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ ഉറങ്ങി തൂങ്ങി ഇരിക്കരുത് എന്ന് വിചാരിച്ച് ഞാൻ തന്നെ വിചാരിച്ചു എന്നാൽ ശരി പൊങ്കല പായസം ഉണ്ടാക്കാം എന്ന് തോന്നിയിട്ട് ഞാൻ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിൽ ഈ ഫ്ലവേഴ്സും ഈ തോരണവും ഒക്കെ ഓർഡർ ചെയ്ത്. അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഭയങ്കര നല്ലതാണ്. പെട്ടെന്ന് ഓർഡർ ചെയ്താൽ 10 മിനിറ്റ് ആ സംഭവമൊക്കെ എത്തും. അപ്പം ഈ തോരണമൊക്കെ ഇതാണ്ട മുകളിൽ ഹോബിലൊക്കെ തൂക്കി അതെല്ലാം ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് സന്തോഷം. ഞാൻ വേഗം പോയി മേലൊക്കെ കഴുകി സെറ്റ് കൊണ്ടൊക്കെ കൊടുത്ത് ഒന്ന് ഒരുങ്ങി ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഹാപ്പി, എൻ്റെ മൂഡൊക്കെ ഒന്ന് ചേഞ്ചായി. അങ്ങനെയാണ് ഞാൻ സെൽഫായിട്ട് മൂഡ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇരുന്നിട്ടൊന്നും ചെയ്യാനില്ല, ഞാനങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. അപ്പം ഞാൻ പോയി ഒരുങ്ങി അതൊക്കെ ചെയ്ത് വന്ന്
പൊങ്കാലയ്ക്ക് പായസം ഉണ്ടാക്കാനായിട്ടുള്ള എടുത്തു വെച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഗണപതി തേങ്ങ ഉടച്ചോണ്ട് ചെയ്യണമല്ലോ. അപ്പം ഞാൻ മുരളീൻ്റെ അവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ അങ്ങ് രണ്ടും കൽപ്പിച്ച് തേങ്ങ ഉടച്ചു. ഭാഗ്യത്തിന് വെട്ടുകത്തി വെച്ച് വെട്ടിയപ്പോൾ അത് 1-2 വെട്ടിൽ കറക്റ്റ് രണ്ടായിട്ടൊക്കെ വന്നു കേട്ടോ. പിന്നെ വെള്ളം തിളപ്പിച്ചു. അരി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് 3 പ്രാവശ്യമായിട്ട് തൊഴുതിട്ടാണ് ഇട്ടത്. വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും കേട്ടോ 3 പ്രാവശ്യമായിട്ട് തൊഴുതിട്ടിട്ട് പിന്നെ ബാക്കിയെല്ലാം കൂടെ അങ്ങ് ഒരുമിച്ചിട്ടു. നന്നായിട്ട് തിളച്ച് നല്ല തിളച്ച് വന്ന് കുറച്ച് തൂകണം കേട്ടോ. അങ്ങനെ തൂകി പുറയിലോട്ടാണ് തൂകി വന്നത്. കറക്റ്റ് ബാക്കിലോട്ട് ഈസ്റ്റ് ഡയറക്ഷനിലോട്ടൊക്കെ തൂകി വന്നു. അപ്പോഴത്തേക്കും എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. ബാക്കിലോട്ടാണ് ഇങ്ങനെ തൂകിയത്. അത് ഈസ്റ്റ് വിളക്ക് വെച്ചേക്കുന്ന ഡയറക്ഷൻ അങ്ങോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് തൂകി വന്നു അങ്ങനെ. അപ്പം എനിക്ക് നല്ല ഹാപ്പി അതിങ്ങനെ അരി തിളച്ച് തൂകിയപ്പോഴത്തേക്കും. അങ്ങനെ നമ്മുടെ സന്തോഷം, നമ്മുടെ ഹാപ്പിനെസ്സാണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ അരി നല്ല വെന്ത് വന്നു കഴിഞ്ഞ് ഞാൻ ചേർക്കുന്നത് പനങ്കൽക്കണ്ടമാണ്. പനങ്കൽക്കണ്ട ഈ ജാറെന്ന് പറയുന്ന 300 ഗ്രാമിൻ്റെ പൊടിച്ച പനങ്കൽക്കണ്ടമാണ്. ശർക്കര ആയാലും മതി. ഞാൻ ഏകദേശം ഒരു 150-200 ഗ്രാമോളം ചേർത്തു കേട്ടോ. മധുരത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാൻ അരി അങ്ങനെ മെഷർ ചെയ്തില്ലായിരുന്നു. ആക്ച്വലി ഒരു 3-4 പിടി പച്ചരി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു കളർ വരുന്നവരെ നോക്കി ഞാൻ ഇളക്കി അങ്ങ് ചേർക്കുമായിരുന്നു കേട്ടോ. പൊങ്കാല പായസത്തിന് അങ്ങനെയാണ് മെഷർമെൻറ്റ് കറക്റ്റ്. ഇപ്പോൾ ഒരു കപ്പ് അരിക്കാണെങ്കിൽ ഒരു 250 ഗ്രാമെന്ന് വെച്ചോളൂ കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അരി വെന്ത് കഴിഞ്ഞിട്ട് ശർക്കര ചേർക്കണം, ശ്രദ്ധിക്കണം. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അരി വേഗത്തില്ല. അപ്പോൾ നല്ലപോലെ വേഗം വേണം, ഇല്ലെങ്കിൽ അത് കടിച്ച് ഇരുന്നാൽ കൊള്ളത്തില്ല കേട്ടോ. എന്നിട്ട് ശർക്കര ചേർത്ത് നന്നായിട്ടൊരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് നെയ്യാണ്. നെയ്യ് ഒരു 3-4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ട് നെയ്യിലിട്ട് നല്ലപോലെ അങ്ങ് വരട്ടിയെടുക്കണേ. ഇത് ശർക്കരയായിട്ടാണെങ്കിൽ പാനി ആക്കിയിട്ട് അതൊന്ന് അരിച്ചൊഴിക്കണേ. അപ്പോൾ എനിക്ക് ആ പൊടി ആയതുകൊണ്ട് അങ്ങനെ തന്നെ ചേർക്കുന്നതുകൊണ്ട് പ്രൊസീജിയർ കുറച്ച് ഈസി ആയിരുന്നു. അല്ലെങ്കിൽ പാനി ആക്കിയിട്ട് അത് അരിച്ചൊഴിക്കുക ചെയ്യേണ്ടത്. അപ്പം ആ പരിപാടി കഴിഞ്ഞു. ഫ്ലെയിം ഓഫാക്കി ഞാൻ നെയ്യ് ചേർത്ത് നല്ലപോലെ 10 മിനിറ്റ് നല്ലപോലെ വരട്ടിയെടുത്ത് ഫ്ലെയിം ഓഫാക്കി. പിന്നെ ലാസ്റ്റ് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തേ. പിന്നെ അപ്പുറത്ത് ഞാൻ കാഷ്യൂ കിസ്മിസും കൂടെ ഫ്രൈ ചെയ്യുകയാണ്. ആ സൈഡിൽ ഏലക്ക പൊടിച്ച് ചേർക്കുന്ന സമയത്ത് കാഷ്യൂ കിസ്മിസ് ഫ്രൈ ചെയ്ത് ചേർത്തു. അങ്ങനെ നല്ല അസൽ പൊങ്കാല പായസം റെഡിയായി. നല്ല കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ലേ? നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല പൊങ്കാല പായസം. അത് നല്ല അരിയൊക്കെ വെന്ത് നല്ല കറക്റ്റ് കളറും വരണം. അപ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ ശർക്കര. ഞാനെപ്പോഴും ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടിയാണ് മേടിക്കാറ്. അപ്പം അതാകുമ്പം കുറച്ചുകൂടെ ഹെൽത്തി വേർഷനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് റൂമിലൊക്കെ കൊണ്ടുവച്ചു. ഗണപതിക്കും വെച്ചു. പിന്നെ നേരത്തെ ഞാൻ ടേബിൾ മാറ്റൊക്കെ ഒന്ന് മാറ്റിയായിരുന്നു. കാരണം ക്രിസ്മസ് ഡെക്കറായിട്ട് വെച്ചിരുന്ന സാധനങ്ങളാണത്. അപ്പോൾ അതെല്ലാം മാറ്റി ഒരു ക്യാൻഡിൽ സ്റ്റാൻഡൊക്കെ വെച്ചു. എന്തായാലും വെറുതെ അവിടെ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചു. ഇത് ചുമ്മാ രസത്തിൽ ചെയ്തതാണ്. ഞാൻ എൻ്റെ ഇതൊന്നും ചെയ്യാറില്ല. പുള്ളിയേട്ടൻ പായസമൊക്കെ കഴിച്ച് മകരവിളക്ക് കാണുകയാണ് കേട്ടോ. ടി വിയിൽ മകരവിളക്ക് ലൈവായിട്ട് മിക്ക ന്യൂസ് ചാനലിലും ഉണ്ടായിരുന്നല്ലോ അന്ന്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ തിരുവാഭരണം കൊണ്ടുവരുന്നത് ആയിട്ടുള്ളൂ. ഞാനും കൂടെ പായസമൊക്കെ എടുത്ത് അവിടെ ചെന്നിരുന്നു മകരവിളക്ക് കാണാനായിട്ട്. പിന്നെ പായസം നല്ല അസല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഈ പൊങ്കാല പായസം ഉണ്ടാക്കി വെച്ചാൽ എനിക്കിഷ്ടമാണ്. ഞാനിങ്ങനെ പിറ്റേ ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു ഇങ്ങനെ കഴിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൊങ്കാല പായസം. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു ഫീലിംഗാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ കൊള്ളാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.